ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ്. ബ്രെഡ് വെച്ച് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് പക്കോട. ഇത് നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇനി നിങ്ങൾക്ക് വിശക്കുന്ന ടൈമിലൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പക്കോട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കടലമാവും മൈദയും എടുത്തിട്ടുണ്ട്. കടലമാവ് ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ പക്കോട കടലമാവിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മൈദയിലോ അല്ലെങ്കിൽ ആട്ടയിലോ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/4 കപ്പ് മൈദ
തന്നെ ഇതും അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇങ്ങനെ നടുകയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നടുകയൊന്ന് മുറിക്കാം, നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ട് കാണിക്കാമേ. അപ്പോൾ ഞാൻ നമ്മുടെ ബ്രെഡ് ഇവിടെ 4 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടുകെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നടുകെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 4 സ്ലൈസായിട്ട് വന്നിട്ടുണ്ട്. ബ്രെഡ് പക്കോട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അധികം ഓയിലൊന്നും വേണ്ട, എന്നാലും ഒരു സൈഡൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ വേണം. ഫുള്ളായിട്ട് അപ്പോൾ നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ക്രിസ്പിനെസ്സോടൊക്കെയാണ് വന്നിരിക്കുന്നത്. 2 സൈഡും ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മുറിച്ച് കാണിക്കാം. അകമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ മുറിച്ചപ്പോൾ നല്ല അകമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്മസോടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോട നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും എനിക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് ആൻസി ജേക്കബ്.